മെഡിക്കൽ ഷോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ഗുളിക മേടിക്കാൻ, ഛർദ്ദിൽ മാറ്റാനുള്ള ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ എങ്ങോട്ടില്ല, നമ്മൾ ഉണ്ണിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. മലപ്പുറം ടു പാലക്കാടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗുളികയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി വെള്ളം മേടിക്കണം. അപ്പോൾ വെള്ളം മേടിക്കാൻ പോയ സമയത്ത് വേറൊരു സാധനം കൂടി മേടിച്ചിട്ടാ. അവിടെ ചിക്കൻ റോളും എനിക്ക് ഒരു പപ്സിൽ ഒതുക്കിട്ടുണ്ട് ഗൈസ്, വെള്ളം. അങ്ങനെ അത് വെട്ടി വിഴുങ്ങുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്നെ നമുക്ക് കഴിക്കണ്ടേ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യാന്ന് വിചാരിച്ചു. അതടുത്തന്നെ നീക്കി വെച്ചിരിക്കുന്നു ഗൈസ്. ഉണ്ണി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോസ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നതുകൊണ്ടാണ് അവൾ വളരെ കുറച്ചിട്ട് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മുഴുവൻ തീർത്തിട്ടേ അവൾ പോവുള്ളൂ. അപ്പോൾ അവൾക്ക് ചമ്മലാണ് കേട്ടോ. അവളുടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. അവൾ കഴിക്കുന്ന വീഡിയോ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ നൈസായിട്ട് കാണാതെ എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അവൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മിറർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ കയ്യിലിങ്ങനെ ഫോൺ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് ഇതേ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാനാണ് ഫസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതേ ഉണ്ണിച്ചേച്ചി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം 3/4 മണിക്കൂർ അവിടെ വെറുതിരിക്കണം കേട്ടോ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കണമല്ലോ എന്ന് വിചാരിക്കാൻ ഭയങ്കര ബോറടിക്കുന്നത്. അവളാണെങ്കിൽ നേരത്തെ കാലത്ത് കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് വളരെ ധൃതി പിടിച്ച് കൊണ്ടുവന്നാണ്. പിന്നെ ഇവിടെ വെറുതെ ബസ് സ്റ്റാൻഡിലിരുന്ന് കുറേ വീഡിയോസ് ചെയ്ത് കുറേ ഫോട്ടോസ് ചെയ്ത് പിന്നെ കുറേ നേരത്തിന് ശേഷം മാത്രമാണ് നമ്മുടെ ബസ് ഒന്ന് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ മലപ്പുറം സ്റ്റാൻഡിലാണ് കേട്ടോ. അതായത് കോട്ടയ്ക്ക് നിന്ന് മലപ്പുറം വരെ വന്നിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വ്ലോഗ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ എന്നോട് ഓൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ് വന്ന് ഓടിക്കോണം എന്നാണ് പറയുന്നത്. എങ്ങോട്ട് ഓടണമെന്ന് മാത്രം അവൾ പറഞ്ഞിട്ടില്ല, ഓടിക്കോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മിഠായി എന്തെങ്കിലും വേണം കേട്ടോ. അപ്പം ഞാൻ അടുത്തുള്ള കടയിൽ കയറിയിട്ട് കുറച്ച് മിഠായി മേടിച്ചു. ഒരു 3-3.5 മണിക്കൂറൊക്കെ നമ്മൾ KSRTCയിൽ ഇരിക്കാൻ എനിക്കതേ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് പ്രൈവറ്റ് ബസ് ആകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പിന്നെ എനിക്ക് അതിന് സംസാരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. വിൻഡോ സൈഡ് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ വ്യൂസൊക്കെ കാണുക, പിന്നെ ജസ്റ്റ് കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അത് എനിക്ക് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഇതേ നമ്മുടെ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-3.5 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് തന്നെ ഇരിക്കണം. ഒരു 6-6:45 ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇരിക്കണം. ഉണ്ണിച്ചേച്ചിക്കാണെങ്കിൽ വർത്തമാനം പറയാതിരിക്കാനും പറ്റത്തില്ല. ഓളിങ്ങനെ വർത്തമാനം പറയും കേട്ടോ. അപ്പോൾ ഇതേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. ഒരു വയ്യാത്ത ഏബിൾഡ് ആയിട്ടുള്ളൊരു വാവയാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ കാണിക്കുന്നുണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു രസം തോന്നി. കാരണം ആൾക്ക് ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുപോലെ തോന്നുന്നത്. നമ്മുടെ ഡ്രൈവർ ഇങ്ങനെ വളയം കറക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ആളിങ്ങനെ കൈവച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുത്തപ്പോൾ അറിയാതെ കണ്ടൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഭാവമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു റീൽസ് ഉണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട് സീറ്റില്ലേ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വളയം വെക്കുന്നത്, എനിക്ക് അതൊക്കെ ഓർമ്മ വന്നിട്ടാണ്. അത് കുറച്ച് ഫേമസ് ആയിരുന്നു ആ വീഡിയോ. പിന്നെ നമ്മൾ അവിടെ എത്തി ചായ കുടിച്ചു. നേരത്തെ ഏട്ടൻ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വെറുതെ വന്നതല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡ് മേടിക്കുന്നതിൻ്റെയൊക്കെ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 28-നാണ് ഈ ഏട്ടൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 28. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അമ്മ വന്നിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് സ്കൂളിൽ നിന്ന് ലീവൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല വ്യൂ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്ലൈമറ്റ് ഭയങ്കര ഓക്കെ ആയ ക്ലൈമറ്റ്. ചൂടൊന്നും എനിക്ക് അധികം പറ്റുന്നില്ല. അത് എനിക്കെന്നല്ല ആർക്കും പറ്റുന്നില്ല. എനിക്കിപ്പോൾ പാലക്കാടിലെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ട്, ചൂട് സഹിക്കാൻ പറ്റാതെ. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റും ഭയങ്കര സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരിക. പിന്നെ ഇരു സൈഡിൽ പാടമൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു ഭംഗിയല്ലേ. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.